ചിന്തിച്ചു നോക്കൂ. ഞാൻ മൂപ്പരോട് പറഞ്ഞു, നിങ്ങൾ കൃത്യമായി എന്താണ് ഈ കൈയിന്റെ കാര്യം പറഞ്ഞപ്പോ കിൽത്താ യദൈഹി യമീൻ എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ പേരോടതിനെ പരിഹസിച്ചു. ഞാൻ എന്റെ വക പറഞ്ഞതല്ല. അള്ളാഹുവിന്റെ കൈ എന്ന പ്രയോഗം അള്ളാഹിനെ സംബന്ധിച്ച് എന്ത് പറയുമ്പോഴും അള്ളാഹു റബ്ബുൽ ആലമീൻ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമുക്കതാ അള്ളാഹു നമുക്ക് പഠിപ്പിച്ച് തന്ന എന്ത് തന്നെ ഗുണങ്ങളുണ്ടെങ്കിലും എന്ത് തന്നെ വിശേഷണങ്ങളുണ്ടെങ്കിലും അതൊക്കെയും നമ്മൾ കൃത്യമായി അള്ളാഹ് അറിയിച്ചു തന്നത് പോലെ നമ്മുടെ വക വ്യാഖ്യാനം കൂടാതെ, രൂപപ്പെടുത്തലില്ലാതെ, ഉപമപ്പെടുത്തലില്ലാതെ, സാദൃശ്യപ്പെടുത്തലില്ലാതെ അള്ളാഹ് എങ്ങനെയെന്ന് നമുക്കറിയില്ലല്ലോ. അള്ളാഹ്ക്ക് യോജിച്ച നിലക്ക് അള്ളാഹ്വന് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെയും വിശ്വസിക്കലാണ് വേണ്ടത് എന്ന് കൃത്യമായി നമ്മൾ അങ്ങ് പറഞ്ഞപ്പോ മൂപ്പര് പരിഹസിക്കുകയാണ്. നിങ്ങൾ ആദ്യം പറഞ്ഞത് 2 കൈനാണ്, ഇപ്പൊ പറയുന്നു 2ഉം വലതാണ്. മൗലവിമാരെ, എപ്പോഴാ നിങ്ങൾ അള്ളാഹ്ക്ക് ഓപ്പറേഷൻ നടത്തിയത്? അപ്പൊ നേരത്തെ ഞാൻ വായിച്ച ബുക്ക് വായിക്കുമ്പോ അള്ളാഹ്ക്ക് വലത്തൊരു കൈ എടുത്തൊരു കൈ. ഇപ്പൊ പുതിയ ബുക്ക് വന്നപ്പോ അള്ളാഹ്ക്ക് വലത്ത് 2 കൈ എടുത്ത് കൈയില്ല. അതായത് അത് മുജാഹിദീങ്ങൾ ഓപ്പറേഷൻ നടത്തിയതാ. മുജാഹിദീങ്ങൾ അള്ളാഹ് ഓപ്പറേഷൻ ചെയ്തു. ഞാനിവിടെ പ്രസംഗത്തിൽ പറഞ്ഞു അള്ളാഹ്ക്ക് ഇത് ഇടത്ത് കൈയില്ല, വലത്ത് 2 കൈയാണെന്ന് പറയുന്ന മുജാഹിദേ, അള്ളാഹിനെ നിങ്ങൾ വികലാംഗനാക്കിയില്ലേ എന്ന നിലക്ക് ഞാൻ സംസാരിച്ചു. അള്ളാഹ് കക്കൂസിപ്പോയി, അള്ളാഹിനോട് യോജിച്ച പോക്ക്. അള്ളാഹു തആല ജിമായി ചെയ്തു, അള്ളാഹിനോട് യോജിച്ച ജിമായി. പരിഹാസം നോക്കൂ. ഈ മുസ്ലിയാക്കൾ എന്താ വിചാരിച്ചത്? ഇതാണ് ഇവരുടെ കുഴപ്പം. അള്ളാന്ന് കേൾക്കുമ്പോഴേക്ക് അവർക്ക് ഓർമ്മ വരുന്നത് എന്താണ്? ഒരു മൗലിയരെ പോലെയാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ പോലെയാണ്. 2 കൈയെന്ന് ഓർമ്മ വരുന്നു. അപ്പൊ 2ഉം വലുതാന്ന് പറയുമ്പോ അത് മനുഷ്യന്റെ രൂപത്തിലാണ് എന്ന് ചിന്തിച്ചിട്ട് ചോദിക്കുകയാണ്, എപ്പോഴാ ഓപ്പറേഷൻ നടത്തിയത് എന്ന് പരിഹസിക്കുന്നു. അള്ളാഹിനെ പറ്റി നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നിങ്ങളത് മഹാന്മാരായ ഇമാമിങ്ങളുടെ കിതാബുകളിൽ ആരൊക്കെ എഴുതിയിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ച ഹദീസല്ലേ കിൽത്താ യദൈഹി യമീൻ. അതുപോലെ തന്നെ അതുദ്ധരിക്കാത്ത കിതാബുകൾ ഏതാ ഉള്ളത്? അതൊക്കെ വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ പറയാം, അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. ഞാൻ ഇതിന്റെ അർത്ഥം ചോദിച്ചപ്പോ, കിൽത്താ യദൈഹിയുടെ അർത്ഥം ചോദിച്ചപ്പോ മൂപ്പര് പറയുന്നു, എന്നാ പിന്നെ അലിഫ് ലാം മീമിന്റെ അർത്ഥം പറയാനേ. അലിഫ് ലാം മീം പോലെയാണത്രേ, അർത്ഥം പറയാൻ പാടില്ല എന്നാണ് പേരോട് പറയുന്നത്. നിങ്ങൾ ശരിക്ക് പഠിച്ചു വെക്കണം, ഇത് നിസ്സാരമായ സംഗതിയല്ല. വിശുദ്ധ ഖുർആനിൽ ചില സൂറത്തുകളുടെ തലഭാഗത്ത് അലിഫ് ലാം മീം, ഹാമീം, അതുപോലെ തന്നെ കാഫ് ഹായാ എന്ന് തുടങ്ങുന്ന രൂപത്തിലുള്ള അക്ഷരങ്ങൾ, അതുപോലെ തന്നെ അലിഫ് ലാം മീം റാം എന്ന് തുടങ്ങുന്നത്, ഇങ്ങനെയൊക്കെയുള്ള അധ്യായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. ആ രൂപത്തിലൊക്കെയുള്ള ആ പ്രത്യേകമായ വാക്കുകളെ ആരും തന്നെ അർത്ഥം കൊടുക്കാറില്ല. ആരെങ്കിലും അർത്ഥം കൊടുക്കാറുണ്ടോ? ഇല്ല. അതുപോലെ അർത്ഥം പറയാൻ പറ്റാത്ത പദങ്ങളാണ് യദുല്ലാഹി. യദുവിന് അർത്ഥം പറയുമ്പോ അലിഫ് ലാം മീം പോലെ, അപ്പൊ യദ് തന്നെ പറയാ. ഇസ്തവാ അലൽ അർശി എന്ന് പറഞ്ഞ മുസ്തവിൻ അലൽ അർശി എന്ന് പോലും പറയാതിരിക്കലാണ് സൂക്ഷ്മത. അങ്ങനെ തന്നെ പറയണമെന്നാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വജ്ഹ് എന്ന് പറഞ്ഞാൽ വജ്ഹ് എന്ന് പറയണം. പിന്നെ മലയാളം പറയുന്നതാ തെറ്റ്? മലയാളം പറയുന്നതാണോ പേരോടെ തെറ്റ്? ചോദിക്കട്ടെ, ഒരു അറബി പറയാണ് ലഹു വജ്ഹുൻ ലില്ലാഹി വജ്ഹുൻ ലില്ലാഹി യദൈനി എന്ന് ഒരു അറബി പറഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസം എന്താണ്? അയാളുടെ ആ വാചകം തെറ്റോ ശരിയോ? അയാളുടെ വിശ്വാസം തെറ്റോ ശരിയോ? അറബി മലയാളം പറഞ്ഞിട്ടില്ലല്ലോ. അറബി ലോകത്തുനിന്ന് ഇന്ന് ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നവരും കഴിഞ്ഞു പോയവരുമായ സലഫി പണ്ഡിതന്മാർ, നിങ്ങൾ അവരെയൊക്കെ പിഴച്ചവരായിട്ടല്ലേ കാണുന്നത് ഈ വിഷയത്തിൽ? അവരുടെയൊക്കെ കിതാബുകളിൽ ഇബ്നു തൈമിയ്യ, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, അതുപോലെ തന്നെ ഉസൈമീൻ, അതുപോലെ തന്നെ ഷെയ്ഖ് ബിൻ ബാസ്, ഈ രൂപത്തിലുള്ള മഹാന്മാരായ പല ആളുകളും അവരുടെയൊക്കെ കിതാബുകളിൽ കണ്ണ് എന്നെഴുതിയിട്ടില്ല, കൈ എന്നെഴുതിയിട്ടില്ല, ഇറങ്ങും എന്നെഴുതിയിട്ടില്ല. മറിച്ച് അവരെഴുതിയത് ലഹു യദാനി, അതുപോലെ തന്നെ ലഹു ഐനാനി, അതുപോലെ തന്നെ ലഹു റിജുലുൻ, അതുപോലെ തന്നെ യുസ്ബഉൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ മലയാളം പറയുന്നതാ തകരാറെങ്കിൽ അവരൊക്കെ പറയുന്നത് തെറ്റാണോ? അവൊക്കെ വിശ്വസിക്കുന്നു അവർ. എങ്ങനെ?
എങ്ങനെ? അള്ളാഹുവിന് യോജിച്ച നിലക്ക്, ബിലാ കൈഫിൻ, ഒരു കൈഫ് എങ്ങനെയാണെന്ന് ചോദിക്കാതെ എങ്ങനെയാണ് എന്ന് ചോദിക്കാൻ പാടില്ല, മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്താൻ പാടില്ല, ഉപമപ്പെടുത്താൻ പാടില്ല. എല്ലാം അള്ളാഹു യൻസിലു, അള്ളാഹ് ഇറങ്ങുന്നു പറഞ്ഞാൽ ഇറങ്ങുന്നു എന്ന് വിശ്വസിക്കണം. എങ്ങനെ എന്ന് ചോദിക്കുന്നത് സുന്നത്ത് ജമാഅത്തുകാരുടെ ശൈലിയല്ല. പിന്നെ പേരോട് അതാ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. അലിഫ് ലാം മീം പോലെയാണ് എന്ന് പറഞ്ഞ ഭാഗം പെട്ടെന്നൊന്ന് കേട്ടോളൂ. അലിഫ് ലാം മീം എന്ന് ഖുർആനിലുണ്ട്. അതിന്റെ മാന നമുക്കറിയില്ല. അലിഫ് ലാം മീം എന്നത് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. അള്ളാഹ് ഉദ്ദേശിച്ചൊരു മാന അതിനുണ്ട്, പക്ഷെ അതിന്റെ മാന നമുക്കറിയില്ല. യാസീൻ എന്ന് ഖുർആനിലുണ്ട്. കാഫ് ഹാ യാ ഐൻ സാദ് ഖുർആനിലുണ്ട്. അതിന്റെ മാന നമുക്കറിയില്ല. അള്ളാഹു പറഞ്ഞത് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. അതിന് അള്ളാഹ് ഉദ്ദേശിച്ചൊരു മാനയുണ്ട്. മാനയിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഇതാണ് സഹോദരന്മാരെ സഹാബത്തും എല്ലാ മഹാന്മാരും പഠിപ്പിച്ചത്. കണ്ടോ? അപ്പൊ അലിഫ് ലാം മീം പോലെയാണ്. അലിഫ് ലാം മീം പോലെയാണെങ്കിൽ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഇതിന് അർത്ഥം വെക്കാൻ പാടുണ്ടോ? നിങ്ങളുടെ തന്നെ മാസികയിൽ റിസാല മാസികയിൽ, റിസാല വാരികയിൽ, റിസാല മാസിക വാരിക എന്നൊക്കെ നമ്മൾക്ക് തെറ്റുന്നതിന് തകരാറൊന്നുമില്ല. ഇതിന്റെ ആൾക്കാർക്ക് തെറ്റാൻ പാടില്ല. മുപ്പരരിക്ക് ഈ വാദപരിവാരത്തിന്റെ വേളയിൽ റിസാല വാരിക മാസിക എന്നൊക്കെ പറഞ്ഞിട്ട് അതിലുള്ളതൊക്കെ എല്ലാവരും ഒന്ന് വായിക്കണം.